എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ആണ്. അതായത് കോവിഡ് വന്നതിന് ശേഷം ലങ്സിൽ ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം അതിന് മുൻപായിട്ട് നമുക്ക് COVID-19 കുറിച്ചും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വേണം. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യമേ കോവിഡ് എന്താണെന്നൊന്ന് നോക്കിയതിന് ശേഷം പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, COVID-19 എന്നുള്ളത് 2019 വന്നിരിക്കുന്ന ഒരു ഡിസീസാണ് COVID-19. ഓക്കെ, ഈ ഡിസീസ് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. ഈ വൈറസിന്റെ പേര് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 എന്നാണ്, അല്ലെങ്കിൽ സാർസ് കോവിഡ് 2 എന്ന് നമ്മൾ ജനറലി പറയും. അപ്പം ഈ വൈറസിന്റെ പേര് ഓർത്തു വെക്കുക, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2. ഓക്കെ, അപ്പം ഈ ഡിസീസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 അവസാന ഭാഗമായിട്ടാണ്. 2019 ഒരു ഡിസംബറോട് കൂടിയിട്ടാണ് ഈ ഡിസീസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് 2020 ആയപ്പോഴത്തേക്ക് അക്രോസ് ദ വേൾഡ് ഇത് സ്പ്രെഡ് ആകാനായിട്ട് തുടങ്ങി. അപ്പം നമുക്കറിയാം കൊറോണ വൈറസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയും എയർവേസിനെയും ഒക്കെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഈ അസുഖത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 14 days ആണ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് അത് ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള സമയം. ഓക്കെ, അതാണ് 2 to 14 days ആണ് നമ്മുടെ കൊറോണ വൈറസിൽ വരുന്നത്. കൊറോണ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 2 to 14 days ആണ്. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ വേർഡ് വന്നിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ് കൊറോണ എന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്രൗൺ, കിരീടം എന്ന അർത്ഥത്തിലാണ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ നെയിം കൊറോണ വൈറസ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കൊറോണ വിച്ച് മീൻസ് ക്രൗൺ. കൊറോണ ഇസ് എ പാൻഡമിക് ഡിസീസ്. ഒരു പാൻഡമിക് ഡിസീസ് ആണ്, അതായത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് കൊറോണ വൈറസ്. ഇത് ഈസിലി സ്പ്രെഡ് ചെയ്യും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ വേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പം എല്ലാവർക്കും ഈ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേ സിംറ്റംസ് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല, ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ചില ആൾക്കാർ മരിക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെയും ഹെൽത്തിനെ എല്ലാം ബേസ് ചെയ്ത് ആയിരിക്കും സിംറ്റംസ് കാണിക്കുന്നത്. നമ്മൾ കൊറോണ ഒരു പേഴ്സണ് കൊറോണ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൂക്കിൽ നിന്നും അതുപോലെ തന്നെ ത്രോട്ടിൽ നിന്നും നമ്മുടെ തൊണ്ടയിൽ നിന്നും എടുക്കുന്ന സ്വാബ്സ് വഴിയാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കൊറോണയ്ക്കായിട്ട് നമ്മൾ നിലവിൽ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് അതിൻ്റെ ആ ഇൻഫെക്ഷൻ്റെ തോത് കുറയ്ക്കാനായിട്ട്, ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. നോ മെഡിസിൻസ് ക്യൂർ COVID-19, but some might help people with severe infection or people at risk of severe infection. ഇനിയും ഈ കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടാണെന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് കണ്ടത്. അത് ഡിറ്റക്ട് ചെയ്ത ദിവസം എന്ന് പറയുന്നത് December 31st, 2019. ഓക്കെ, ഡോക്ടർ ലീ വെനിലാങ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇത് ആദ്യമായിട്ട് കൊറോണ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് നോട്ടിഫൈ ചെയ്തത്. ലീ വെനിലാങ്, ദ ഫസ്റ്റ് ഡോക്ടർ ടു നോട്ടിഫൈ ദ എമർജൻസ് ഓഫ് സാർസ് കോവിഡ്-2 ഔട്ട് ബ്രേക്ക്. ഇനിയും ഇപ്പം നമ്മൾ പറഞ്ഞു December 31st, 2019 കൊറോണ വൈറസ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത്. ഇനി ഇന്ത്യയിൽ കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലാണ്, കേരളത്തിലെ തൃശ്ശൂരിലാണ്. അതായത് January 30th, 2020. അടുത്ത നെക്സ്റ്റ് മാസം, അതായത് December 31st, 2019 ഇത് ചൈനയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. തൊട്ടടുത്ത മാസം തന്നെ January 30th ആയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിന് ശേഷം പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ആലപ്പുഴ, അതിനുശേഷം കേരളത്തിലെ കാസർഗോഡാണ്. അങ്ങനെ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്, പിന്നീട് ആലപ്പുഴയിലും കാസർഗോഡിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ COVID-19 ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് January 30th, 2020 തന്നെയാണ്.
ഓക്കെ, ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെയാണ് ഇതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്, WHO ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, പിന്നെ മാർച്ച് 11, 2020 ഇതിനെ ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യയിൽ COVID-19 അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് കൊടുത്തു തുടങ്ങിയത് 16 ജാനുവരി 2021 ഓക്കെ, ഇനി the mid and long-term effects after recovering from COVID-19 are collectively called long COVID. അപ്പം ചില ആൾക്കാർ കോവിഡ് വന്നു പോയതിന് ശേഷവും പിന്നീട് ഒരു 3 മാസത്തോളം ഒക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ കാണും. അതിനെയാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ലോങ് കോവിഡ് നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. The best way to prevent COVID-19 is to be vaccinated. കോവിഡിനെ തടയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതിനെതിരെയുള്ള വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കോവിഡ് പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു എന്നുള്ളത്. ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക. ആരോഗ്യ സേതു ഇറ്റ്സ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ട്രാക്കിംഗ് COVID-19. ഇനിയും COVID-19 വേണ്ടിയിട്ടുള്ള നോഡൽ ലബോറട്ടറി ഉള്ളത് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബ് ഇൻ പൂനെയാണ്. നോഡൽ ലബോറട്ടറി ഡെസിഗ്നേറ്റഡ് ഫോർ കൊറോണ വൈറസ് ടെസ്റ്റിംഗ് ഇൻ ഇന്ത്യ ഈസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബ് ഇൻ പൂനെ. ഇനി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് മരിച്ചത്, കൊറോണ വന്ന് ഒരു പേഷ്യന്റ് മരിച്ചത് എന്ന് പറയുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ കാലാബുർഗി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു കൊറോണ ഡെത്ത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ദിശ 1056 ഇതെന്ന് പറയുന്നത് ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ്. നമ്മുടെ കൊറോണ വൈറസിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസും കൗൺസിലിങ്ങും ഇൻഫർമേഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. അത് നാഷണൽ ഹെൽത്ത് മിഷനും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറൂടെ ഒരുമിച്ച് സംയുക്തമായി ചേർന്ന് തുടങ്ങിയ ഒരു ജോയിന്റ് വെഞ്ചറാണ് ദിശ 1056 എന്നുള്ളത്. ഓക്കെ, ഗോവ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് 0 COVID-19 കേസ്. അപ്പം ആദ്യമായിട്ട് കോവിഡ് മാറി അല്ലെങ്കിൽ കോവിഡ് മുക്തമായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. പിന്നീട് പറയുന്നത് മണിപ്പൂരിലാണ്. ഓക്കെ, ഗോവ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് 0 COVID-19 കേസ്. സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മണിപ്പൂരിലാണ്. ഇനിയും ഇത് 2-3 ഓപ്പറേഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമി കോവിഡിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ നമസ്തേ. ഓപ്പറേഷൻ നമസ്തേ ഇസ് എ ക്യാമ്പയിൻ launched by the Indian Army to combat the spread of COVID-19 and help the government in its fight against the pandemic. അപ്പം ഇന്ത്യൻ ആർമി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ, COVID-19 എതിരായിട്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് ഓപ്പറേഷൻ നമസ്തേ. പിന്നെ വന്ദേ ഭാരത് മിഷൻ, അതായത് നമ്മുടെ ഇന്ത്യക്കാർ പുറത്തുണ്ടോന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു മിഷനാണ് വന്ദേ ഭാരത് മിഷൻ. The Vande Bharat mission was a repatriation program launched by the Indian government to bring back stranded Indian nationals from around the world during the COVID-19 pandemic. ഇപ്പോൾ COVID-19 സമയത്ത് നമ്മുടെ ഇന്ത്യക്കാർ പുറത്തുള്ള ആൾക്കാരെ തിരിച്ചെത്തിക്കാനായിട്ട് തുടങ്ങിയിരുന്ന ഒരു മിഷനാണ് വന്ദേ ഭാരത് മിഷൻ. ആ വന്ദേ ഭാരത് മിഷൻ സ്റ്റാർട്ട് ചെയ്തത് May 7, 2020 ആ ഡേറ്റും ഓർക്കുക. അത് ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഇന്ത്യയും ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടിയാണ് അന്ന് വരുന്ന ഫ്ലൈറ്റുകളൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ വരുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി. അതായത് മാൽദീവ്സിലേക്ക് മെഡിസിൻസ്, കോവിഡിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ സഞ്ജീവനി. India supplied 6.2 tons of essential medicines to Maldives under Operation Sanjeevani as assistance in fight against COVID-19. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. അപ്പം ജസ്റ്റ് നോക്കാം. നമ്മൾ കോവിഡ്-19 വൈറസ് എന്ന് പറയുന്നത് SARS-CoV-2 ആണ്. ഓക്കെ, അത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 ആണ്. ഓക്കെ, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 14 days ആണ്. അത് വേർഡ് മീനിങ്, കൊറോണ എന്നുള്ള വേർഡ് മീനിങ് പറയുന്നത് ക്രൗൺ ആണ്.
കൊറോണ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് വുഹാൻ ചൈനയിലാണ്. അത് ആ ഡേറ്റ് എന്ന് പറയുന്നത് December 31, 2019 ഡോക്ടർ ലീ വെനിലാങ് ആണ് ആദ്യമായിട്ട് കൊറോണയെ ഡിറ്റക്റ്റ് ചെയ്തത്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 30th January 2020 തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ആ ഡേറ്റിൽ തന്നെയാണ് കൊറോണയെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് WHO ഡിക്ലെയർ ചെയ്തതും. പിന്നെ ഇതിനെ ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 11th March 2020 ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് ഇതിനുള്ള വാക്സിൻ സ്റ്റാർട്ട് ചെയ്തത് 16th January 2021 ഓക്കെ, പിന്നെ ആരോഗ്യ സേതു എന്ന് പറയുന്നത് ഇതിനെ കോവിഡിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. പിന്നെ ദിശ 161056 ടോൾ ഫ്രീ നമ്പറാണ്. ഗോവയാണ് ആദ്യത്തെ കോവിഡ് മുക്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. പിന്നെ ഇന്ത്യൻ ആർമി സ്റ്റാർട്ട് ചെയ്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നമസ്തേ. അതുപോലെ വന്ദേ ഭാരത് മിഷൻ, നമ്മുടെ ആൾക്കാർ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത കോവിഡ് സമയത്ത് ആ പുറത്തുള്ള ആൾക്കാരെ തിരിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ് വന്ദേ ഭാരത് മിഷൻ. അതുപോലെ തന്നെ മാൽദീവ്സിലേക്ക് മരുന്നുകൾ എത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സഞ്ജീവനി. ഓക്കെ, ഇനിയും കോവിഡിന്റെ സിംറ്റംസ് നമുക്ക് എക്സാമിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റിൽ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ കോവിഡിന്റെ സിംറ്റംസ് ഓരോ പേഴ്സണിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, യൂഷ്വലി ഒരു 5 to 6 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി, അതുപോലെ വിറയൽ, അതുപോലെ തന്നെ തൊണ്ടയിലുള്ള വേദന, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കൊറോണയുടെ സിംറ്റംസ്. ഓക്കെ, ഇനി അത്ര മെയിൻ സിംറ്റം അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ഏക്ക്, അതുപോലെ കൈകാലുകൾക്കുള്ള ഹെവിനെസ്, ഭയങ്കര ക്ഷീണം, അതുപോലെ തന്നെ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തുമ്മൽ, തലവേദന, വെയിറ്റ് ലോസ്, വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നു, വയറുവേദന, ഡയേറിയ, ക്ഷീണം, ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ട്. ചിലർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും, ചിലർക്ക് ഉറക്കം കാണാത്ത അവസ്ഥയും കാണും. പിന്നെ ചുമ, വിട്ടുമാറാത്ത ചുമ, അതുപോലെ നെഞ്ചത്ത് നല്ല ചെസ്റ്റ് പെയിനും ചെസ്റ്റിൽ നല്ല ടൈറ്റ്നെസ്സും കാണും, ശ്വാസം മുട്ടല്, സൗണ്ടൊക്കെ ഒരു വല്ലാത്ത സൗണ്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ടേസ്റ്റിലും സ്മെല്ലിലും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ കോവിഡിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ലോങ് കോവിഡ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലോങ് കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്നു പോയതിന് ശേഷം ഒരു 3 മാസത്തിന് ശേഷവും ഈ കോവിഡിന്റെ സിംറ്റംസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ലോങ് കോവിഡിന്റെ വേറെ പേരുകളാണ് ലോങ് ഹൗൾ കോവിഡ്, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, അല്ലെങ്കിൽ പോസ്റ്റ് അക്യൂട്ട് സീക്വൽ ഓഫ് COVID-19 എന്നുള്ളത്. ലോങ് കോവിഡ് is a group of health problems persisting or developing after an initial period of COVID-19 infection. ആ ഇൻഫെക്ഷൻ COVID-19 ഇൻഫെക്ഷൻ ആദ്യമേ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഇനിഷ്യൽ പീരീഡ് ഒരു മാസം കഴിഞ്ഞിട്ടും പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ടും ഒക്കെ ആ അതിൻ്റെ സിംറ്റംസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് പുതിയ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. അതിനെയാണെങ്കിൽ നമ്മൾ ലോങ് കോവിഡ് എന്നാണ് പറയുന്നത്. WHO പറയുന്നത് ഒരു 3 മാസത്തിന് ശേഷം ഉള്ള കാര്യത്തിനെ കുറിച്ചാണ് ലോങ് കോവിഡ് എന്ന് പറയുന്നത്. 3 മാസം അല്ലെങ്കിൽ 12 ആഴ്ച എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സിവിയർ കോവിഡ് ഉള്ള ആൾക്കാരിൽ ഒരു 10% ആൾക്കാരിലും കോവിഡ് മാറിയതിന് ശേഷം പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് കാണിക്കാറുണ്ട്. അപ്പം ഒരു നമ്മുടെ ഡെത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഒരു മാസമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു മാസത്തിന് ശേഷം ഒരു 100 ദിവസത്തിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആയിട്ട് ഡെത്ത് റേറ്റ് കാണിക്കത്തില്ല. പക്ഷെ പേഷ്യന്റിന് ഈ ലോങ് കോവിഡ് സമയത്ത് ആ സിംറ്റംസ് അവിടെ കാണും. അപ്പം ഈ ലോങ് കോവിഡിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം, തലവേദന, ന്യൂമോണിയ, ചെസ്റ്റ് പെയിന്, പിന്നെ സ്മെല്ലിലും ടേസ്റ്റിലും വരുന്ന വ്യത്യാസം, ബോഡി പെയിന്, ഉറക്കമില്ലായ്മ, ബോഡിയിലൊക്കെ റാഷസ് വരുന്ന, BP കൂടുന്നു, അതുപോലെ ഷുഗറിൽ വ്യത്യാസം കാണിക്കുന്നു, ചിലർക്ക് ഷുഗർ കൂടാറുണ്ട്, തലയിറക്കം, അതുപോലെ ബ്രെയിൻ ഫോഗ്. ഇതൊക്കെയാണ് ലോങ് കോവിഡിന്റെ നോർമലി ഉള്ള സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പം ലോങ് കോവിഡ് എന്ന് പറയുന്നതിൻ്റെ സിനോണിംസ് ആണ് ലോങ് ഹോൾ കോവിഡ്, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, അല്ലെങ്കിൽ പോസ്റ്റ് അക്യൂട്ട് സീക്വൽ ഓഫ് COVID-19 എന്നുള്ളത്.
ഓക്കെ, ഇത് നോർമലി 3 months ഇനീഷ്യൽ ഇൻഫെക്ഷൻ വന്നതിന് ഒരു 3 മാസത്തിന് ശേഷവും ഈ സിംറ്റംസ് ഒന്നുകിൽ പുതുതായിട്ട് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള സിംറ്റംസ് 3 മാസത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ഇനിയും പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ടോപ്പിക്ക്, പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്. അപ്പം ഈ COVID-19 മൂലം നമുക്ക് ലങ്സിലുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂമോണിയാണ്. രണ്ടാമതുള്ള ഈ ന്യൂമോണിയ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ARDS എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകുന്നു. പിന്നെ വരുന്നതാണ് സെപ്സിസ്, അതുപോലെ ബ്രോങ്കൈറ്റിസ്. അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കും നോക്കാം. ആദ്യമായിട്ട് COVID-19 ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് നല്ല പനി കാണും, വിറയൽ കാണും, കുളിര്, കഫം ഇങ്ങനെ ചുമച്ച് തുപ്പുകയും അതുപോലെ ചെസ്റ്റ് പെയിന് ഇവയൊക്കെയാണ്. അപ്പം ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിലെ എയർ സാക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആൽവിയോളിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നിട്ട് ലങ്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുമൂലം എന്താണ്, ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് മൂലം നല്ല രീതിയിൽ ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി അവിടെ കുറയുന്നു. അങ്ങനെ പേഷ്യൻറ്റിന് ശ്വാസമുട്ടൽ, ചുമയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂമോണിയ ലങ്സ് ബിക്കം ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ആൻഡ് ഇൻഫ്ലെയിം ലീഡിങ് ടു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഫോർ സം പീപ്പിൾ ബ്രീത്തിങ് പ്രോബ്ലം ക്യാൻ ബിക്കം സിവിയർ ഇനഫ് ടു റിക്വയർ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഹോസ്പിറ്റൽ വിത്ത് ഓക്സിജൻ ഓർ ഈവൻ അറ്റ് വെന്റിലേറ്റർ. മിക്കുള്ള പേഷ്യൻസിനെയും നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പം ഈ ന്യൂമോണിയ ഒരു സീരിയസ് കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ അതുമൂലം കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഡാമേജ് ഒന്നും നോർമലി ലങ്സിലുണ്ടാകത്തില്ല. ഇത് നോർമൽ ന്യൂമോണിയയുടെ കാര്യം. എന്നാൽ കോവിഡ് മൂലം ഉണ്ടാകുന്ന ന്യൂമോണിയയിലാണെങ്കിൽ ലങ്സിൽ കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഡാമേജ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നോർമലി നമ്മുടെ നോർമൽ ന്യൂമോണിയയും കോവിഡ് ന്യൂമോണിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് ന്യൂമോണിയ ലങ്സിൽ വളരെ പതുക്കെ മാത്രമേ അത് സ്പ്രെഡ് ആകത്തുള്ളൂ. പക്ഷേ ഈ ന്യൂമോണിയ കുറേ കാലം നമ്മുടെ ലങ്സിൽ ഇങ്ങനെ നിലനിൽക്കും. അത് കൂടുതൽ ഏരിയയെ അഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ സാധാരണ ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അക്യൂട്ടായിട്ടായിരിക്കും ഉണ്ടാകുന്നത്, പെട്ടെന്ന് തന്നെ അതൊക്കെ മാറുകയും ചെയ്യുന്നു. ഇതൊരു ന്യൂമോണിയയുടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, നോർമൽ ആൽവിയോളയാണ് ഇരിക്കുന്നത്, ഫ്ലൂയിഡ് ഫിൽഡ് ആൽവിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോവിഡ് ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിൽ അത് കുറേ സമയം എടുത്തായിരിക്കും അത് ന്യൂമോണിയ ആയിട്ട് മാറുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ കോവിഡ് ന്യൂമോണിയയിൽ നമ്മുടെ എയർ സാക്സിൽ എന്തുകൊണ്ടാണ് ഫിൽ ആയിട്ടുള്ളത്? അത് ഫ്ലൂയിഡ് കൊണ്ടാണ്. ഇത് നോർമൽ ന്യൂമോണിയ ആണെങ്കിൽ ഫ്ലൂയിഡ് തന്നെയാണ് ഇവിടെ ഫിൽ ആകുന്നത്. ഓക്കെ, ഇനിയും ആർക്കൊക്കെയാണ് COVID-19 മൂലം ന്യൂമോണിയ ഉണ്ടാകുന്നത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക്, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ, സ്മോക്കേഴ്സോ അല്ലെങ്കിൽ പാസീവ് സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയവർ, ബ്ലഡ് സ്റ്റെം ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തിയ ആൾക്കാരിൽ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കോവിഡ് ന്യൂമോണിയ വരാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും അടുത്ത ഒരു കണ്ടീഷനാണ് കോവിഡ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേസിൽ, മറ്റേത് നമ്മൾ പറഞ്ഞത് എയർ സാക്സിലായിരുന്നു, നമ്മുടെ ആൽവിയോളയുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ കോവിഡ് ബ്രോങ്കൈറ്റിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ വേസിൽ എക്സസ് ആയിട്ട് കഫം ഇങ്ങനെ അടിഞ്ഞുകൂടി അതിലേക്കുള്ള എയറിൻ്റെ പാസേജ് കുറയ്ക്കണം. ഈ പിക്ചറിൽ നോക്കിക്കേ, ഇതൊരു നോർമലായിട്ടുള്ള ഒരു ബ്രോങ്കയാണ്. അപ്പം ഇത് കണ്ടോ, ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഫം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ബ്രോങ്കയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രോങ്കയിൽ നോർമലി എയർ പാസേജ് നടക്കത്തില്ല. അപ്പോൾ എന്താണ്, അതുമൂലം പേഷ്യൻറ്റിന് ചുമയും ചെസ്റ്റ് കൺജഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ കോവിഡ് മൂലം ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ വൈറൽ ഇൻഫെക്ഷൻസ് മൂലമാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നത്. നമ്മുടെ കോവിഡ് മൂലം നമുക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. Bronchitis is a lung condition that causes inflammation in the bronchial tubes or airways of the lung. It can be acute or chronic. Bronchitis is a viral, not bacterial, and is often caused by the same respiratory virus that causes the common cold or the flu. However, the virus that causes COVID-19 can also cause inflammation of the bronchi, making acute bronchitis a potential symptom of the COVID-19 infection.
അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസും ന്യൂമോണിയയും നമ്മൾ ഈ പറഞ്ഞ രണ്ടും ലങ്സിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ അഫക്റ്റ് ചെയ്യുന്ന ഏരിയയിലാണ്. ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ട്യൂബ്സിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. എന്നാൽ ന്യൂമോണിയ ആണെങ്കിൽ ആൽവിയോളയിലാണ് അവിടുത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയും in COVID-19 related bronchitis, this is an issue of excessive amount of sputum produced in the airway, resulting in coughing and chest congestion. The sputum also narrows the airways, making breathing more difficult. As for the bronchitis, patient may experience a cough that stays with them for months after the initial infection. The frequent cough and ongoing chest congestion may have an impact on one's quality of life. ഇപ്പം ഈ ബ്രോങ്കൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ആ ഇനിഷ്യൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പേഷ്യൻറ്റിന് നല്ല രീതിയിൽ ചുമ കാണും എന്നാണ് പറയുന്നത്. ഇനി വരുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ന്യൂമോണിയയും കഴിഞ്ഞു പിന്നെയും ഇൻഫെക്ഷൻ അങ്ങോട്ട് കൂടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽവിയോളേസിൽ ഇങ്ങനെ ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് ഒന്നും നടക്കാതെ വരുന്ന അവസ്ഥയാണ്. നമ്മളൊരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് കളറിലായിട്ട് കാണും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലർ ക്യാരക്ടറൈസ്ഡ് ബൈ എ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് widespread inflammation in the lungs. Symptoms include shortness of breath, rapid breathing and bluish skin coloration. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ, അതുപോലെ ഭയങ്കര സ്പീഡ് ആയിരിക്കും ശ്വാസം എടുക്കുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൽ ബ്ലൂയിഷ് കളറുണ്ട്. ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് സ്കിന്നിലൊക്കെ ബ്ലൂ കളറാകുന്നു. അതിൻ്റെ സൈനോസിസ് എന്നും പറയും. ഇനിയും ഈ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം അത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അത് COVID-19 മൂലം ഉണ്ടായ ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണെന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ആ ക്രൈറ്റീരിയയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു COVID-19 ARDS ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ആ ക്രൈറ്റീരിയയുടെ പേര് ബെർലിൻ 2012 ARDS ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്നാണ്. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്തു വെക്കാം, ബെർലിൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അക്യൂട്ട് ഹൈപ്പോക്സിമിക് റെസ്പിറേറ്ററി ഫെയിലർ, അതായത് ഓക്സിജൻ ലെവൽ കുറയുന്ന ഒരവസ്ഥയായിരിക്കും. ഈ അവസ്ഥയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിംറ്റംസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു ഇതായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ലങ്സും അഫക്റ്റഡ് ആയിരിക്കും. നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കിയാലും നമ്മൾ CT എടുത്ത് നോക്കിയാലും അൾട്രാസൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് ലങ്സിലും അത് അഫക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഒരു കാർഡിയാക് ഫെയിലർ കൊണ്ട് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു COVID-19 ARDS ആയിട്ട് നമ്മൾ അതിനെ പറയത്തുള്ളൂ. ഓക്കെ, ഈ COVID-19 ന്യൂമോണിയ വരുന്ന ആൾക്കാരിൽ ഒരു 42% ആൾക്കാരിലും അത് ARDS ആയിട്ട് മാറും. അതിൽ തന്നെ ഈ ARDS വന്ന ആൾക്കാരിൽ അതിൽ തന്നെ ഒരു 61 തൊട്ട് 81% ആൾക്കാരിൽ ഇൻറ്റൻസ് കെയർ കിട്ടേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെങ്കിൽ വീട്ടിൽ വെച്ചാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫേറ്റൽ ഡിസീസ് തന്നെയാണ്, മരണം ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അത് ഒരു കുറേ നാൾ നീണ്ടു നിൽക്കുന്ന, അത് പേഷ്യൻ്റ് രക്ഷപ്പെട്ടാലും കുറേ നാൾ ലങ്സിൽ സ്കാരിങ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനിയും ഉള്ള ഒരു കണ്ടീഷനാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഈ സെപ്സിസും ഇൻഫെക്ഷനും നമ്മൾ നോർമലി കേൾക്കുന്ന 2 ടേംസ് ആണ്. പക്ഷേ ഇവരിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗനിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ഓർഗനിൽ മാത്രമായിരിക്കും ആ ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടായെന്ന് കരുതുക. അപ്പോൾ ആ മുറിവുണ്ടായ ആ ഏരിയയിൽ മാത്രമേ ആ ഒരു ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ മാത്രമേ ആ ഇൻഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഈ ഇൻഫെക്ഷൻ അങ്ങോട്ട് കൂടിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലഡിലെത്തി ബാക്കിയുള്ള ഓർഗൻസിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഫെക്ഷൻ കൂടി അത് ബ്ലഡ് വഴി ബാക്കി ഏരിയയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോവിഡ് ഒരു മൾട്ടി സിസ്റ്റം ഡിസീസാണ്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ ഏത് നമ്മുടെ ലങ്സിൽ ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബാക്കി ഈ ഏരിയയിലെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സെപ്സിസ് എന്ന് പറയുന്നത്.
Another possible complication of a severe case of COVID-19 is sepsis. Sepsis occurs when an infection reaches and spread through bloodstream, causing tissue damage everywhere it goes. Lung, heart, and other body systems work together like instruments in an orchestra. In sepsis, the cooperation between the organs falls apart. Entire organ system can start to shut down one after another, including the lungs and heart. Sepsis, even when survived, can leave a patient with a lasting ഡാമേജ് ടു ദ ലങ്സ് ആൻഡ് അതർ ഓർഗൻസ്. ഇപ്പോൾ സെപ്സിസ് വന്ന ആൾക്കാർ ആ പേഷ്യൻ്റ് സർവൈവ് ചെയ്യുവാണെങ്കിൽ പോലും അയാൾക്ക് ലങ്സിലും ബാക്കിയുള്ള ഓർഗൻസിലും കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ കാണും എന്നാണ് പറയുന്നത്. ഇതാണ് സെപ്സിസ്. ഇനി ഒരു ടേമാണ് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന പേഷ്യൻറ്റിന് വേറെയും ഒരു ഇൻഫെക്ഷനോടെ പിടിപെടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യമുള്ള ഇൻഫെക്ഷൻ കൊടുക്കുന്ന മെഡിസിൻസിന് റെസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഈ രണ്ടാമതുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കോവിഡുള്ള പേഷ്യൻറ്റിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. അവർ ആ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കുന്ന അവസ്ഥയായിരിക്കും ഈ രണ്ടാമതുള്ള ഇൻഫെക്ഷനോടെ വരുന്നത്. അപ്പോൾ എന്താണ്, പേഷ്യൻറ്റിന് കൂടുതൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ മിക്ക സിവിയർ ആയിട്ടുള്ള കോവിഡ് പേഷ്യൻസിലും നിമോണിയ കാണും. ഓക്കെ, ഈ നിമോണിയ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ആൽവിയോളയിൽ ഇങ്ങനെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ നിമോണിയ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഫ്ലൂയിഡിൽ വേറെ മൈക്രോബ്സും അവിടെ വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോഴെന്താണ് പേഷ്യൻ്റെ കണ്ടീഷൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈ ഫ്ലൂയിഡിൽ ചിലപ്പം ബാക്ടീരിയ, ചിലപ്പം വേറെ ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം, വേറെ ഇൻഫെക്ഷൻസിലൂടെ അവിടെ വരുന്നു. അപ്പോൾ എന്താണ്, പേഷ്യൻ്റെ കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എ സൂപ്പർ ഇൻഫെക്ഷൻ ഇസ് എ സെക്കൻഡ് ഇൻഫെക്ഷൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ആൻ earlier one, especially by a different microbial agent of exogenous or endogenous origin that is resistant to the treatment being used against the first infection. When a person has COVID-19, the immune system is working hard to fight the invader. This can leave the body more vulnerable to infection with another bacteria or virus on the top of the COVID-19, a super infection. More infection can result in additional lung damage. About 1 out of 4 patients who develop severe COVID-19 also have a super infection, meaning these patients will take more time to heal. Almost all SARS-CoV-2 severe cases result in pneumonia, with the inflamed alveolar space resulting an ideal environment for microbial growth. The super infecting pathogen may be bacteria, other virus or fungi. The presence of secondary bacterial infection in patients infected with SARS-CoV-2 complicates the treatment and prognosis. അപ്പം COVID-19 ഉള്ള പേഷ്യൻറ്റിൽ വേറെ ഒരു ഇൻഫെക്ഷനോടെ വരുന്നു. അപ്പോൾ ഈ രണ്ട് ഇൻഫെക്ഷനോട് ആകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാക്കുന്നു. ഇതാണ് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ വൈറസ് ലങ് ഡാമേജ്. കൊറോണ മൂലമുള്ള ലങ് ഡാമേജിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഡിസീസിൻ്റെ സിവിയറിറ്റി. ആ COVID-19 എത്രത്തോളം ആ പേഷ്യൻറ്റിനെ ബാധിച്ചിട്ടുണ്ട്, ആ വൈറസ് എത്രത്തോളം ശരീരത്തിൽ കയറിയിട്ടുണ്ട്, അതിനെ അനുസരിച്ചിരിക്കും ആ ലങ്സിലുണ്ടാകുന്ന ഡാമേജും. രണ്ടെന്ന് പറയുന്നത് പേഷ്യൻ്റെ ഹെൽത്ത്. അതായത് പേഷ്യൻ്റ് ഒരു COPD ഉള്ള പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രായം ആയ ആളിലാണ് കോവിഡ് വരുന്നുണ്ടെങ്കിൽ ഇവരും കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഓക്കെ, ഈ പ്രായമായിട്ടുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ അവരുടെ ലങ്സിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിലായിരിക്കും. അപ്പോൾ ഹെൽത്ത് കണ്ടീഷനും നമ്മുടെ ലങ്സിനെ ഡാമേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. COPD, ഹാർട്ട് ഡിസീസ്, ഏജ്, ഇതെല്ലാം നമ്മുടെ ഇതെല്ലാം ഉള്ള ഒരു ആളിൽ കോവിഡ് വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ആളെ വെച്ചിട്ട് ഉണ്ടാകുന്ന ലങ് ഡാമേജ് ഇവരിൽ കൂടുതലായിരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ്, അതായത് ആദ്യം തന്നെ നമ്മൾ COVID-19 വന്നു, പേഷ്യൻറ്റിന് ആദ്യം തന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡാമേജ് അവരുടെ ലങ്സിൽ ഉണ്ടാക്കത്തില്ല. Third, treatment is a third factor. A patient recovery and long-term health
is going to depend on what kind of care one gets and how quickly timely support in the hospital for severely ill patients can minimize the lung damage. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ വൈറസ് ലങ് ഡാമേജ് എന്ന് പറയുന്നത് ഡിസീസിൻ്റെ സിവിയറിറ്റി, ആ പേഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷനിൽ COPD അല്ലെങ്കിൽ ആസ്മ, പിന്നെ അതുപോലെ ഹാർട്ട് ഡിസീസ്, പിന്നെ പേഷ്യൻ്റെ ഏജ്, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്തിരിക്കും. അതുപോലെ പേഷ്യൻറ്റിന് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്തായിരിക്കും ആ പേഷ്യൻ്റെ ലങ്സിലുണ്ടാകുന്ന ഡാമേജിൻ്റെ ഇൻറ്റൻസിറ്റി. ഇനിയും ഈ COVID-19 മൂലം ഉണ്ടായ ഡാമേജ്, ലങ് ഡാമേജ്, അത് റിവേഴ്സിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം ഈ കൊറോണ ഒരു സീരിയസ് ഡിസീസ് തന്നെയാണ്. പക്ഷെ അപ്പം ഈ ഡിസീസ് മൂലം ഉണ്ടാകുന്ന ലങ് ഡാമേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ഓൾ ഓഫ് എ സഡൻ പറ്റത്തില്ല. ഒരു രാത്രി കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. കുറച്ച് സമയമെടുക്കും. അതായത് 3 months തൊട്ട് 1 year വരെയൊക്കെ എടുക്കും പേഴ്സണിൻ്റെ ലങ്സ് നോർമലായിട്ട് വരാനായിട്ട്. ആ പ്രീ കോവിഡ് സ്റ്റേറ്റിൽ നിന്ന് പേഷ്യൻ്റെ ലങ്സ് തിരിച്ചു വരാനായിട്ട് 3 to 1 year എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ കോവിഡിനെ കുറിച്ച് ഒരു സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ വാക്സിൻസ് ജസ്റ്റ് ഒന്ന് ടൈം ഉള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടുത്തെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ കോവിഡിൻ്റെ സിംറ്റംസ് പറഞ്ഞു, ലോങ് കോവിഡ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്, അതിൽ ന്യൂമോണിയയും ARDSും സെപ്സിസും ബ്രോങ്കൈറ്റിസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സൂപ്പർ ഇൻഫെക്ഷൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ ഈ ഡിസീസിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഡിസീസ് സിവിയറിറ്റി, അതുപോലെ ഹെൽത്ത് കണ്ടീഷന്, പിന്നെ ആ പേഷ്യൻ്റ് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, പിന്നെ അതുപോലെ തന്നെ COVID-19 മൂലം ഉണ്ടാകുന്ന ലങ് ഡാമേജ് റിവേഴ്സിബിൾ ആണോ എന്നുള്ളത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.